തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുള്ള നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 67 വർഷം കഠിന തടവ്. വർക്കല അയിരൂർ സ്വദേശി ഹസൻകുട്ടിക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് വിധി പറഞ്ഞത്. വിശദാംശങ്ങളുമായി ചേരുന്നത് അൺഫിൽഡ് ഡിസൂസയാണ്. അൺഫിൽഡ്, എന്താണ് ഈ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ? ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ് ഇപ്പോൾ തിരുവനന്തപുരം പോക്സോ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ചർച്ച, ഏറ്റവും കൂടുതൽ കോളിളക്കം ഉണ്ടായ ഒരു കേസായിരുന്നു. ചാക്കയിൽ 2 വയസ്സുള്ള ഒരു നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ചാക്കയിൽ അർദ്ധരാത്രി ഉറങ്ങിക്കിടന്ന, മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന ഹൈദരാബാദ് സ്വദേശികളായ നാടോടി ബാലികയെ മാതാപിതാക്കൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുള്ള പെൺകുട്ടിയാണ് പുലർച്ചെയായപ്പോൾ കാണാതായിരുന്നു. ഈ കാണാതാകുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കും. മാധ്യമങ്ങൾ അതിന് പുറകെ യാത്ര ചെയ്യുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. കാരണം അത്രയേറെ കേരള സമൂഹം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് 2 വയസ്സുള്ള നാടോടി ബാലിക. ആ നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ രാവിലെ പുലർച്ചെ എഴുന്നേറ്റപ്പോൾ കാണാനില്ലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കണ്ടെത്തിയ തെളിവുകളിലും പിന്നീട് ശാസ്ത്രീയമായ പരിശോധനയുടെ CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രതി ഈ കുട്ടിയെ പീഡിപ്പിക്കുകയും അതിനുശേഷം പീഡിപ്പിച്ച ശേഷം കുട്ടിയെ അവിടെ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത്. ആ പ്രതി ആരാണെന്ന് CCTV ദൃശ്യങ്ങളിലൂടെ നടത്തിയ കണ്ടെത്തലുകളും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഇത് തിരുവനന്തപുരം ഇടവ സ്വദേശിയായ ഹസൻകുട്ടിയാണ് പ്രതിയെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഏറ്റവും കൂടുതൽ കേസിൽ ഏറ്റവും നിർണായകമായത് ശാസ്ത്രീയ തെളിവുകളും ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വിധി ഇപ്പോൾ പോക്സോ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 67 വർഷമാണ് പ്രതിയായ ഹസൻകുട്ടിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 67 വർഷത്തെ ശിക്ഷ വിധിച്ചിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ നിർണായകമായ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഈ കേസ് എന്ന് പറയുന്നത്, ഈ കേസ് 2024 ഫെബ്രുവരി 18-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഏറെക്കുറെ 1 വർഷവും 4 മാസവും പിന്നിടുമ്പോഴാണ് ഈ കേസിൽ സുപ്രധാനമായ ഒരു വിധി തിരുവനന്തപുരം പോക്സോ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ അഡീഷണൽ സെഷൻസ് കോടതി ഹസൻകുട്ടി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് പോക്സോ കോടതിയിലേക്ക് മാറുകയും പോക്സോ കോടതിയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. 67 വർഷമാണ് ഹസൻകുട്ടിക്ക് ശിക്ഷ. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം, മുമ്പും സമാനമായ രീതിയിൽ കേസുകളിൽപ്പെട്ട വ്യക്തിയാണ് ഹസൻകുട്ടി. ആ ക്രിമിനൽ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ 2024 ഫെബ്രുവരി 18-നാണ് പുലർച്ചെ ഈ സംഭവം ഉണ്ടാകുന്നു. ഈ പുറം ലോകം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അതായത് ഈ കുട്ടി 2 വയസ്സാണ്. ഈ ബാലിക, ഈ നാടോടി ബാലികയാണ്. തിരുവനന്തപുരം ചാക്ക ഭാഗത്ത്, അതായത് റെയിൽവേ ട്രാക്കിൻ്റെ ആ ഭാഗത്താണ് ടെൻറ്റ് കെട്ടിയാണ് ഈ നാടോടി ബാലികയും കുടുംബവും താമസിച്ചിരുന്നത്. സാധാരണ ഇവിടെ ഒരു പ്രത്യേക സീസണിൽ ഈ നാടോടി സ്ത്രീകൾ കുടുംബത്തോടുകൂടി ഇവർ വരികയും ഇവർ ആ തിരുവനന്തപുരത്തിൻ്റെ നഗരഭാഗങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള വഴിയോര കച്ചവടം ഉൾപ്പെടെ നടത്തി ജീവിക്കുന്ന ആ ഒരു സീസണിലാകുമ്പോൾ സമയത്ത് മാത്രം വരുന്ന ഒരു നാടോടി സംഘമാണ്. അവർ ടെൻറ്റ് കെട്ടി താമസിക്കുന്നത് ചാക്ക ഭാഗത്താണ്. അങ്ങനെ ടെൻറ്റ് കെട്ടി താമസിച്ചിരുന്ന അവിടെ നിന്നാണ് ഈ 2 വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ല എന്ന് മാതാപിതാക്കൾ രാവിലെ തന്നെ അറിയിക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. ഈ കുട്ടി പിന്നീട് നടന്ന പരിശോധനയിൽ ഈ കുട്ടി എവിടെയാണെന്നോ എങ്ങനെയാണ്, എവിടെ പോയി, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതോ, ഈ രീതിയിൽ പല അന്വേഷണവും വലിയ രീതിയിൽ തന്നെ, കാരണം മാധ്യമങ്ങൾ അന്ന് ദിവസം മുഴുവനും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. കാരണം 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഉറങ്ങിക്കിടന്നത്. കാരണം ആ സമയത്തൊക്കെ നമുക്കറിയാം കേരളത്തിൽ പലയിടത്തും ഈ സമാനമായ രീതിയിൽ തീരെ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നു, പീഡിപ്പിക്കുന്നു എന്ന ആലുവയിലുണ്ടായ സംഭവമൊക്കെ സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ക്രൂരമായ എത്രയോ പീഡനങ്ങൾ കണ്ട ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 വയസ്സുള്ള പെൺകുട്ടിയെ തിരുവനന്തപുരത്തെ തലസ്ഥാനത്താണ് കാണാനില്ല എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ തന്നെ സമൂഹം ചർച്ച ചെയ്ത ഒരു കേസും ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ആ ദിവസം മുഴുവനും നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കുട്ടി എവിടെയെങ്കിലും പോയതാണോ, കാരണം 2 വയസ്സുള്ളൂ, തനിയെ യാത്ര ചെയ്യാനൊന്നും തീരെ അറിവില്ലാത്തൊരു പ്രായമാണ്. അങ്ങനെ വിശദമായി നടന്ന അന്വേഷണത്തിനൊടുവിലാണ് വൈകിട്ടോടുകൂടി ഈ കുട്ടി അബോധാവസ്ഥയിൽ സമീപത്ത് തന്നെ, അതായത് ഈ തൊട്ട് സമീപത്ത് ഒരു വലിയൊരു കൂറ്റൻ മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ടിൻ്റെ സമീപത്ത് ആളൊഴിഞ്ഞ ഒരു കാട് പിടിച്ച ബ്രഹ്മോസിൻ്റെ, അതായത് ഈ ബ്രഹ്മോസിൻ്റെ കെട്ടിടത്തിൻ്റെ ആ മതിൽക്കെട്ടിന് തന്നെ സമീപത്തായിട്ട് ഒരു കാട് പിടിച്ച പ്രദേശത്ത് ഈ റെയിൽവേ ട്രാക്ക്, അവിടെ ഒരു ഓടയുണ്ടായിരുന്നു. ആ ഓടയുടെ സമീപത്ത് ഈ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നു. അതെ, രാവിലെ പുലർച്ചെ ഈ സംഭവം ഉണ്ടാകുന്നു, കേസാകുന്നു. അതിനുശേഷം വിശദമായ അന്വേഷണത്തിൽ വൈകിട്ടോടുകൂടി രാത്രി 6-7 മണിയോടുകൂടിയാണ് ഈ കുട്ടി അബോധാവസ്ഥയിൽ പോലീസ് കണ്ടെത്തുന്നത്. പോലീസ് കണ്ടെത്തുമ്പോഴും ഈ കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ അല്ലെങ്കിൽ പീഡനം നടന്നാണോ അത്തരത്തിൽ യാതൊരു സ്ഥിരീകരണവും അപ്പോൾ ഉണ്ടായിരുന്നില്ല.
അതിനുശേഷം പോലീസ് ആദ്യമെത്തിയ പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കുട്ടി നടന്നു പോയതാകാം. കാരണം നടന്നു പോയി അവിടെ എത്തിയതാകാം. അങ്ങനെ കുട്ടി തനിയെ നടന്നു പോയി അവിടെ വീണ് ആ ഓടയിൽ വീണ് അങ്ങനെ അബോധാവസ്ഥയിലായതാകും. ആ രീതിയിലുള്ള പ്രാഥമിക നിഗമനങ്ങളൊക്കെ ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും മാധ്യമങ്ങൾ വിടാൻ തയ്യാറായിരുന്നില്ല. മാധ്യമങ്ങൾ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നു. 2 വയസ്സുള്ള പെൺകുട്ടി ഒരിക്കലും ഒരു കാരണവശാലും തനിയെ നടന്നു പോകില്ല. മാത്രമല്ല ഇത്രയേറെ അടിപൊക്കമുള്ള ഒരു മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ടിന്റെ സമീപത്ത് നിന്ന് ഈ കുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്ന് മാധ്യമങ്ങൾ നിരന്തരം ഇത് സംബന്ധിച്ച് വാർത്ത നൽകുകയും വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം പോലീസ് അന്വേഷണത്തിൽ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് നിർബന്ധിതരായിരുന്നു. ആ അന്വേഷണ സംഘം നിർബന്ധിതരാകുകയും അതിനുശേഷമാണ് നിർണായകമായ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തത്. ആ CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസിന് സഹായകരമായത്. ഹസൻകുട്ടി, തിരുവനന്തപുരം ഇടവ സ്വദേശിയായ ഹസൻകുട്ടിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും പീഡനം നടന്നുവെന്ന് പിന്നീട് കുട്ടിയുടെ വൈദ്യപരിശോധനയിൽ നിന്ന് പീഡനം നടന്നതായി കണ്ടെത്തുകയും ചെയ്തു. ഒടുവിൽ ഹസൻകുട്ടിയുടെ ശാസ്ത്രീയ പരിശോധനയിൽ കുട്ടിയുടെ മുടിയിഴകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഹസൻകുട്ടിയുടെ വസ്ത്രത്തിൽ നിന്നും കണ്ടെത്തി. അങ്ങനെ ഹസൻകുട്ടി തന്നെയാണ് പ്രതി എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. നിർണായക ശാസ്ത്രീയ തെളിവ് ഒരൊറ്റ സാക്ഷി പോലും ഉണ്ടായിരുന്നില്ല. ദൃസാക്ഷി പോലും ഉണ്ടാതിരുന്ന ഒരു കേസിലാണ്, കൊള്ളക്കമുണ്ടാക്കിയൊരു കേസാണ്. ആ കേസിലാണ് ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളും ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ഇത്രയും വളരെ സസൂക്ഷ്മമായി നടന്ന പരിശോധനയും വിശദമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ജില്ലാ സെഷൻസ് കോടതി ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പോക്സോ കോടതി ഇപ്പോൾ ഈ സംഭവം നടന്ന് ഏകദേശം 1.5 വർഷം പിന്നിടുമ്പോഴാണ് സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഉറങ്ങിക്കിടന്നു സഹോദരങ്ങൾക്കൊപ്പം. നാടോടി പെൺകുട്ടി. ആ ടെന്റിൽ നിന്നാണ് ഈ കുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോകുന്ന അർദ്ധരാത്രി. അതിനുശേഷം അപ്പുറത്ത് മാറി ബ്രഹ്മോത്സവം ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിക്കുന്നു. അവിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇയാൾ കടക്കുന്നു. ഈ കേസിലാണ് അത് മാധ്യമങ്ങൾ ഒപ്പം നിൽക്കുകയായിരുന്നു. ഈ കേസിന് ഒപ്പം തന്നെ നിന്നു. ശക്തമായി തന്നെ മാധ്യമങ്ങൾ മുഴുവനും ഈ കേസിന്റെ പുറകെയായിരുന്നു. അങ്ങനെയാണ് അന്വേഷണ സംഘം ഊർജിതമായി നിൽക്കുകയും ഏറ്റവും ഒടുവിൽ ആ പ്രതിയെ കുറ്റവാളിയെ കണ്ടെത്തുകയും ചെയ്തത്. അതിനുശേഷം ഇന്ന് ഈ കോടതി തിരുവനന്തപുരം പോക്സോ കോടതി ഏറ്റവും സുപ്രധാനമായ വിധിയാണ്. ഈ കേസിൽ ഹസൻകുട്ടിയെ 67 വർഷത്തേക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി തന്നെയാണ്. മാത്രമല്ല ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം, ഇയാൾ സമാനമായ പല കേസുകളിലും മുമ്പും ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ക്രിമിനൽ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏറ്റവും സുപ്രധാനമായ വിധി. ഹസൻകുട്ടി 67 വർഷത്തേക്കാണ് ഇയാളെ തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ഐശ്വര്യ. ശരി. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുള്ള നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 67 വർഷം കഠിന തടവ്. വർക്കല അയിരൂർ സ്വദേശി ഹസൻകുട്ടിക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിൽഡ്.